ഹായ് അപ്പോൾ നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾ അബുദാബി അമ്പലത്തിലോട്ട് പോവാണ്. സോ ഞങ്ങൾ കുറേ നാളായി വിചാരിക്കുന്നു അബുദാബി ടെമ്പിൾ വിസിറ്റ് ചെയ്യണമെന്ന്. സോ ഞങ്ങളിവിടെ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യണം ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. സോ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഹോളിഡേ അല്ലേ, എല്ലാവർക്കും ഹോളിഡേ ആണ്, സോ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഞങ്ങളങ്ങനെ വേഗം പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ വലിയ ട്രഡീഷണൽ ഡ്രസ്സസൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ രാവിലെ തന്നെ പോയി, ഞങ്ങൾ വെളിച്ചിൻ്റെ വീട്ടിൽ നിൽക്കണ കാരണം രാവിലെ തന്നെ വീട്ടിലോട്ട് പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് ഞാനും എൻ്റെ ഉണ്ണിയും കൂടെ ഒന്ന് ചെറുതായിട്ട് ഉടക്കിയതാണ്. ഇതിവിടെ പതിവാണേ. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞാനെല്ലാം കൂടെ ബാഗിലിട്ടിട്ട് ഞാൻ കാറിൽ കയറി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിൽ കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ചില്ല് ചെയ്തു. അബുദാബി എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഫുള്ള് അമ്പലത്തിനെ പറ്റിയുള്ള ചർച്ചകളായി. പക്ഷെ അമ്പലം എത്തിയപ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ടായി. അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇന്നൊന്നും കേരളമുണ്ടാവില്ല എന്ന്. പക്ഷെ ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് ഞങ്ങൾ സുഖമായിട്ട് കയറി. ഉള്ളി എത്തിയപ്പോൾ പിന്നെ ഞാൻ വേറൊരു ലോകത്തായിരുന്നു ഗൈസ്. അത്ര അടിപൊളിയായിരുന്നു അമ്പലം. പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായി. ഉച്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. എനിക്ക് അമ്പലത്തിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ നടക്കൽ, ഈ വെയിൽ കൊള്ളൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് അധികം നടക്കാനുണ്ടായിരുന്നു. പക്ഷെ നടന്നെങ്കിലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എന്താ വെച്ചാൽ അത്രയും മാത്രം അമ്പലം കാണാനുണ്ടായിരുന്നു. ഞാൻ നാട്ടിലൊക്കെ കണ്ടിരിക്കുന്ന അമ്പലം പോലെ അല്ലായിരുന്നു, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. വെറൈറ്റി ആയിരുന്നു അമ്പലം. പിന്നെ ഈ കാണുന്ന തിരക്കൊഴിച്ച് അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ നല്ല രസമായിരുന്നു. അപ്പോൾ പക്ഷെ അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് പക്ഷെ ചേച്ചി എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് ചില കുറച്ച് ക്ലിപ്പൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഒരു കഫേയിലേക്കാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ചുറ്റിത്തിരിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. കുറേ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വെജ് ആയതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ കുറച്ച് കേക്കും ഡോണറ്റൊക്കെയാണ് കഴിച്ചത്. എല്ലാവരും നല്ല ഭംഗിയുള്ള കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഞാനൊരു ചോക്ലേറ്റ് കേക്കാണ് വാങ്ങിയത്. ഇവിടെ ചില പിങ്ക് ഡ്രസ് ഇട്ട ആൾക്കാർ ഷുഗർ ഡയറ്റ് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ അവിടെ നിൽപ്പുണ്ട്. അതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മളവിടെ അമ്പലത്തിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോസെല്ലാം എടുത്തു. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ അധികം നേരം നിന്ന് ഫോട്ടോസൊന്നും എടുത്തില്ല, കാരണം അവിടെ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അബുദാബി ടൗണിലോട്ടാണ്. അതിനുശേഷം ഒരു ചെറിയ സംഭവം ഉണ്ടായി. എൻ്റെ ചെരുപ്പൊന്ന് മിസ്സായി. എന്നിട്ട് നമ്മൾ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് നേരെ പോയത്. അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇന്ന് ആരെ കണി കണ്ടിട്ടാണോ എണീറ്റതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ആ വെയിറ്റ് ചെയ്യണ നേരം കൊണ്ട് ഞാൻ രാവിലെ ഇട്ട മേക്കപ്പൊക്കെ ഞാൻ തുടച്ചു കളഞ്ഞു. ബിക്കോസ് വെയിൽ കൊണ്ടിട്ട് ആകെ മുഖം ഡള്ളായിരുന്നു. സോ ഞാൻ അതൊക്കെ തുടച്ചു കളഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റെല്ലാം കിട്ടി. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുറച്ച് പേര് മീൽസ് പറഞ്ഞു. നമ്മൾ അവിടുത്തെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് നമ്മളവിടെ ബിരിയാണി സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ആ നടത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോയത് അബുദാബിയിൽ കുറച്ച് മെയിൻ സ്പോട്ടൊക്കെ കാണാനായിട്ടായിരുന്നു. പിന്നെ നമ്മൾ വഴി തെറ്റിയിട്ടും കുറച്ച് കറങ്ങി, വല്ലാണ്ട് അധികം കറങ്ങി. നമ്മളൊരു ബീച്ചിലൊക്കെ പോയി അതിന് ശേഷം. പക്ഷെ നമ്മൾ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല, ബിക്കോസ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഫെരാരി വേൾഡിലാണ്. പക്ഷെ നമ്മൾ പോയപ്പോൾ എനിക്ക് തോന്നുന്നു 7 o'clock ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലോസിങ് ടൈം വന്നിട്ട് 8 o'clock ആണെന്ന് തോന്നുന്നു. സോ നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി. എന്നിട്ട് നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ പിന്നീട് ഒരു ദിവസം പോകാമെന്ന്. പിന്നെ നമ്മളവിടെ കണ്ട സംഭവമാണ് ഈ സംഭവം. അടിപൊളിയായിരുന്നു. അവരിങ്ങനെ കൊണ്ടുവന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു. കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പേടിയായതുകൊണ്ട് ആരും കയറിയില്ല. അപ്പോൾ കുഞ്ഞിങ്ങനെ അത് കണ്ടിട്ട് കുഞ്ഞിക്കും അതിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ എടുത്തിട്ട് അതിനെ കറക്കിയതാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ.
അതിനുശേഷം അവരുടെ തന്നെ ഈ ദുബായ് മാളിൽ അവരുടെ തന്നെ ഒരു ക്രൂ ഉണ്ടായിരുന്നു, അവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ സമയം തന്നെ ഞങ്ങൾ പോയ ടൈമിംഗ് നല്ലൊരു ടൈമിംഗ് ആയിരുന്നു. അത് അത്രയ്ക്ക് രസമുള്ളതുകൊണ്ട് തന്നെ നമ്മളത് ഫുള്ള് കണ്ടിട്ടാണ് അവിടുന്ന് പോകുന്നത്. അവരുടെ ട്രെയിനിങ്ങും അവിടുന്ന് ഇറങ്ങിയിട്ട് അവരുടെ ട്രെയിനിങ്ങും അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുഞ്ഞിക്കത് കണ്ടോടുകൂടെ കുഞ്ഞിക്കത് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവളുടെ അടുത്ത് അങ്ങനെ ചെയ്യലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു, ബിക്കോസ് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ കൂടുതൽ കറങ്ങാനുള്ള ഒരു ശക്തി എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ അമ്പലം ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ബിക്കോസ് രാത്രിത്തെ ലൈറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നടന്നു, ഞാനും നന്ദൊക്കെ കൂടെ കുറച്ച് നേരം നടന്നു അവിടെ. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഞങ്ങൾ കാറിൽ കയറി അപ്പം തന്നെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഞങ്ങൾ കിസൈസിൽ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയത്. കിസൈസിലൊരു സ്ഥലത്താണ് നമ്മൾ ബദൽ ഷംസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മളെല്ലാവരും ഹെവി ആയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ടൊന്നും എനിക്കൊന്നും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വെച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ ഷവർമയാണ് കഴിച്ചത്. ആ ഷവർമ തന്നെ ഞങ്ങൾക്ക് മൊത്തം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര ഹെവി ആയിരുന്നു ഉച്ചത്തെ ഫുഡ്. അതെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി. സോ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ. ഞാൻ അടിച്ചു പൊളിച്ചു ഇന്നത്തെ ദിവസം. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.